എല്ലാവർക്കും കറണ്ട് അഫയേഴ്സ് 365ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഓഗസ്റ്റ് മാസത്തെ പ്രധാനപ്പെട്ട ഡേയ്സ് ആൻഡ് തീംസ്. ഓക്കെ, പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതാണ്, അതിൻ്റെ പ്രധാനപ്പെട്ട തീമുകൾ ഏതാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം നാഷണൽ ജാവലിൻ ഡേ ആയിട്ട് ആചരിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് 7-ാം തീയതി. അതുപോലെ തന്നെ ലോക ഗജദിനം, വേൾഡ് എലിഫൻ്റ് ഡേ എന്നാന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് 12. അതുപോലെ തന്നെ നാഷണൽ സ്പേസ് ഡേ എന്നാണ് ആചരിക്കുകയെന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് 23. സോ ഇങ്ങനത്തെ ചില പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതാണ്, അതിൻ്റെ തീംസ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ വൺസ് അഗൈൻ വെൽക്കം ടു കറണ്ട് അഫയേഴ്സ് 365. സോ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് ഡേ വീക്ക്. അതായത് ഈ ദിവസങ്ങൾ കൂടാതെ തന്നെ ചിലപ്പോൾ ചില ആഴ്ചകളായിട്ട് നമ്മൾ കണക്കാക്കാറുണ്ട്. ഓക്കെ, ചില ആഴ്ചകളെ നമ്മൾ ഫോർ റോഡ് സേഫ്റ്റി വീക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണക്കാറുണ്ട്. സോ അങ്ങനെ ഒരാഴ്ചയെ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ഒരു ആചരിക്കാറുണ്ട് വാരാഘോഷത്തെ. സോ അങ്ങനെ ഓഗസ്റ്റ് 1 മുതൽ 7-ാം തീയതി വരെ കണക്കാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക്. ഓക്കെ, വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക് അത് എന്നാന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് ചോദിക്കുള്ളൂ. സോ വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് 1 മുതൽ 7 വരെയാണെന്ന് നോക്കാം. ഇനി അതിൻ്റെ തീം എന്താണെന്ന് ചോദിച്ചാൽ ക്ലോസിങ് ദ ഗ്യാപ്പ് ബ്രസ്റ്റ് ഫീഡിംഗ് സപ്പോർട്ട് ഫോർ ഓൾ എന്നുള്ളതാണ് ഇതിൻ്റെ തീമായിട്ട് വരുന്നത്. സോ ഇതൊക്കെ പ്രധാനപ്പെട്ട തീംസ് മാത്രം നമ്മൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ആകെ കൂടി നമുക്ക് ഒരു മാസത്തെ പ്രധാനപ്പെട്ടായിട്ട് ഒരു 5-8 വരുള്ളൂ. സോ അത് നമ്മൾ തറവായിട്ട് സെറ്റ് ചെയ്യുക. അടുത്തൊരു വീക്ക് വാരാഘോഷമായിട്ട് ആചരിച്ച് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേൾഡ് വാട്ടർ വീക്കാണ്. സോ ഒന്ന് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കാണ്, അത് ഓഗസ്റ്റ് 1 മുതൽ 7 വരെയാണ്. പിന്നെ അടുത്തതാണ് നമ്മൾ പറയുന്നത് വേൾഡ് വാട്ടർ വീക്ക്, അതെന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് 25 മുതൽ 29 വരെയാണ് ആഘോഷിച്ചതെന്ന് നോക്കാം. അതിൻ്റെ തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിഡ്ജിങ് ബോർഡേഴ്സ്. ഓക്കെ, ബ്രിഡ്ജിങ് ബോർഡേഴ്സ് വാട്ടർ ഫോർ എ പീസ്ഫുൾ ആൻഡ് സസ്റ്റൈനബിൾ ഫ്യൂച്ചർ. സോ ഇത് വെള്ളത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. ബ്രിഡ്ജിങ് ദ ബോർഡേഴ്സ് ആൻഡ് വാട്ടർ ഫോർ എ പീസ്ഫുൾ ആൻഡ് സസ്റ്റൈനബിൾ ഫ്യൂച്ചർ. സോ ഇങ്ങനെ വീക്കുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് നമുക്ക് ആചരിക്കാനുള്ളൂ. ഒന്ന് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക്, അതുപോലെ തന്നെ വാട്ടർ വീക്ക്. അടുത്താണ് തീം ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഡേ എന്താണെന്ന് ചോദിച്ചാൽ കോസ്റ്റ് അക്കൗണ്ട്സ് ഡേൻ്റെ തീം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ICOS അറ്റ് വികസിത് ഭാരത് എന്നാണെന്ന് നോക്കുക. അടുത്താണ് ഓഗസ്റ്റ് 1 പ്രധാനപ്പെട്ടായിട്ട് നമുക്ക് അറിയേണ്ടത് ഒന്ന് വേൾഡ് വൈഡ് വെബ്. ഓക്കെ, ഡേ ആയിട്ട് ആചരിക്കുന്നു നോക്കുക, വേൾഡ് വൈഡ് വെബ് ഡേ. അടുത്താണ് വേൾഡ് ലങ് ക്യാൻസർ ഡേ പ്രധാനപ്പെട്ടാണ്, നോക്കണം. അതിൻ്റെ തീം എന്താണെന്ന് ചോദിച്ചാൽ ക്ലോസ് ദ കെയർ ഗ്യാപ്പ് എവരി വൺ ഡിസൈസ് ആക്സസ് ടു ക്യാൻസർ കെയർ. ഓക്കെ, സോ ലങ് ക്യാൻസർ ഡേ എന്താണെന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് 1 അതിൻ്റെ തീമാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലോസ് ദ കെയർ ഗ്യാപ്പ് എവരി വൺ ഡിസേർവ് ആക്സസ് ടു ക്യാൻസർ കെയർ. അടുത്തതാണ് നാഷണൽ ക്ലൈംബിംഗ് ഡേ. ഓക്കെ, നാഷണൽ മൗണ്ടൻ ക്ലൈംബിംഗ് ഡേ. പിന്നെ അടുത്താണ് ജൂലൈ 31 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേൾഡ് റേഞ്ചർ ഡേ ആണ്. ഈ കാടൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് വേൾഡ് റേഞ്ചർ ഡേ. സോ അതിൻ്റെ തീം എന്താണെന്ന് ചോദിച്ചാൽ 30/30. ഓക്കെ, ഇതൊക്കെ ഒരു ഫാൻസി നമ്പർ ആയതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ തീം തന്നെ 30/30 എന്നൊക്കെ കാണുമ്പോൾ തന്നെ ചോദിക്കാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്, അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറഞ്ഞത്. അടുത്താണ് ഓഗസ്റ്റ് 3. ഓക്കെ, ഓഗസ്റ്റ് 3 പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്ത് ഡേ ആയിട്ട് ആചരിക്കുന്നു ചോദിച്ചാൽ ഇന്ത്യൻ ഓർഗൻ ഡൊനേഷൻ ഡേ. ഓക്കെ, അതായത് ഇന്ത്യയിലെ ഓർഗൻ അവയവദാന ആയിട്ട് ആചരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് 3. എന്നാൽ ലോകത്ത് എന്നാന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് 13. അതാണ് നമ്മൾ തൊട്ട് അടിയിലത്തെ ലൈനിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഓഗസ്റ്റ് 13 വേൾഡ് ഓർഗൻ ഡൊനേഷൻ ഡേ. സോ ഇത് രണ്ടും കൂടി നമ്മൾ കൂട്ടി എഴുതി വെച്ചെന്ന് മാത്രം. കാരണം ഇന്ത്യൻ്റെ ഓർഗൻ ഡൊനേഷൻ ഡേ എന്താണെന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് 3. അതിൽ കൂടെ ഒരു 10 കൂട്ടിയ വേൾഡ് ഓർഗൻ ഡൊനേഷൻ ഡേ ആയിട്ട് കിട്ടും. അടുത്താണ് ഓഗസ്റ്റ് 4 നാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ. ഓക്കെ, ഇന്ത്യയിലെ ഫ്രണ്ട്ഷിപ്പ് ഡേ എന്നാ ആചരിക്കുകയെന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് 4. ഇനി അതിൻ്റെ ഒരു 3-4 ദിവസം മുമ്പ്, ഓക്കെ, ഒരു 4 ദിവസം മുമ്പാണ് ജൂലൈ 30-ാം തീയതിയാണ് ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് ആചരിക്കുന്നത് നോക്കുക. അടുത്താണ് ഓഗസ്റ്റ് 6-ാം തീയതി, നമുക്കറിയാം ഹിരോഷിമ ഡേ ആണെന്ന് നോക്കാം. അടുത്താണ് ഓഗസ്റ്റ് 7 നാഷണൽ ഹാൻഡ്ലൂം ഡേ. ഓക്കെ, കൈത്തറി ദിവസമായിട്ട് ആചരിക്കുന്നു നാഷണൽ ഹാൻഡ്ലൂം ഡേ. എന്നാൽ ആദ്യമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് അല്ലെങ്കിൽ ആചരിച്ചത് എന്നാന്ന് ചോദിച്ചാൽ 2015-ലാണ്. ഇത് സ്വദേശി മൂവ്മെൻറ്റ് ഭാഗമായിട്ടാണ് ഇത് ആചരിക്കുന്നതും കൂടി ആലോചിക്കാം.
സോ സ്വദേശി മൂവ്മെൻറ്റിനെ പറ്റിയൊക്കെ നമുക്ക് ഹിസ്റ്ററി ക്ലാസ് നമുക്ക് അറിയുന്ന കാര്യമാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിത് ആദ്യമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത് എന്താണെന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദി പ്രൈം മിനിസ്റ്റർ ആയിട്ട് അധികാരമായിട്ട് അടുത്ത കൊല്ലമാണ് നടന്നതെന്ന് നോക്കുക. 2015 ആദ്യമായിട്ട് ആഘോഷിച്ചത്. സോ അതിൻ്റെ 10ാമത്തെ വാർഷികമാണ് 2024 നടന്നത് നോക്കുക. ഇനി നാഷണൽ ജാവലിൻ ഡേ എന്താണെന്ന് ചോദിച്ചാൽ അതും ഓഗസ്റ്റ് 7 ഈ രണ്ടും ഓഗസ്റ്റ് 7 ആണെന്ന് ആലോചിക്കുക. സോ നാഷണൽ ഡേ എന്നാന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് 7 അതുപോലെ തന്നെ ജാവലിൻ ഡേ അതെന്താണെന്ന് ചോദിച്ചാൽ അതും ഓഗസ്റ്റ് 7 ഇനി ഓഗസ്റ്റ് 7 ജാവലിൻ ഡേ ആയിട്ട് ആചരിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ 2021 അതായത് 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഗോൾഡ് നേടിയ വ്യക്തിയാണ് നീരജ് ചോപ്ര. ഓക്കെ, സോ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ജാവലിൻ ഡേ ആയിട്ട് ഈ ഓഗസ്റ്റ് 7 ആചരിക്കാൻ നോക്കുക. സോ അന്ന് ഗോൾഡ് നേടിയപ്പോൾ അദ്ദേഹം എറിഞ്ഞ മീറ്ററിൻ്റെ ദൂരമാണ് ജാവലിൻ്റെ ദൂരമാണ് 87.58 മീറ്റർ. ഓക്കെ, 87.58 മീറ്റർ. അടുത്താണ് ഓഗസ്റ്റ് 8. ഓഗസ്റ്റ് 8 നമുക്കറിയാം ക്വിറ്റ് ഇന്ത്യ ഡേ ആണ്, അല്ലെങ്കിൽ ഓഗസ്റ്റ് ക്രാന്തി ഡേ ആയിട്ട് ആചരിക്കാൻ നോക്കുക. അടുത്താണ് ഓഗസ്റ്റ് 9 നാഗസാക്കി ഡേ ആണ്. ഓക്കെ, നമുക്കറിയാം ജപ്പാനിലെ നാഗസാക്കിയിലെ അണുബോംബ് വർഷിച്ചുമായിട്ട് ബന്ധപ്പെട്ട്. സോ നാഗസാക്കി ഡേ അതിൻ്റെ തീം എന്താണെന്ന് ചോദിച്ചാൽ ടുഗദർ വിത്ത് ദ ഹിബുക്കുഷ ലെറ്റ് us അച്ചീവ് എ ന്യൂക്ലിയർ ഫ്രീ വെപ്പൺ ഫ്രീ പീസ്ഫുൾ ആൻഡ് ജസ്റ്റ് വേൾഡ് ഫോർ ദ ഫ്യൂച്ചർ ഓഫ് ഹ്യൂമൻ കൈൻഡ് ആൻഡ് അവർ പ്ലാനറ്റ്. കുറച്ച് നീളമേറിയ ടേമാണ്, എന്നാലും ഒന്ന് ഓർത്തിരിക്കാൻ നോക്കുക. ഒന്ന് ടുഗദർ വിത്ത് ഹിബുക്കുഷ എന്ന് ഓർക്കുക. പിന്നെന്താ ടു അച്ചീവ് എ ന്യൂക്ലിയർ വെപ്പൺ ഫ്രീ, ഓക്കെ, പീസ്ഫുൾ ആൻഡ് ജസ്റ്റ് വേൾഡ് എന്നും കൂടിയൊക്കെ ആലോചിക്കുക. സോ ഇത്ര ആലോചിച്ചാൽ തന്നെ നമുക്ക് കിട്ടാവുന്നേ ഉള്ളൂ. പിന്നെ അടുത്താണ് ഓഗസ്റ്റ് 9 ആചരിക്കുക എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ഡേ ഓഫ് വേൾഡ് ഇൻഡിജിനസ് പീപ്പിൾ ഡേ ആണെന്നും കൂടി നോക്കുക. അടുത്താണ് ഓഗസ്റ്റ് 10 വേൾഡ് ലയൺ ഡേ ഉണ്ട്, അതുപോലെ തന്നെ ബയോഫ്യൂവൽ ഡേ ഉണ്ട്. ഈ ലയൺ ഡേനെ പറ്റിയിട്ട് നമുക്ക് ലയൺസിനെ പറ്റി കുറച്ച് പറയാനുണ്ട്. അതായത് വേറെ ഒന്നുമല്ല, ഈ ആഫ്രിക്കൻ ലയണിൻ്റെ വേറൊരു പേരാണ്, സയൻറ്റിഫിക് പേരാണ് പാന്തിയോ ലിയോ. അതിൻ്റെ സ്റ്റാറ്റസ് ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ വൾനറബിൾ സ്റ്റാറ്റസ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഏഷ്യൻ ലയൺ ഇന്ത്യയിലൊക്കെ കാണുന്ന പോലെ. സോ അതിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് പാന്തറോ ലിയ പെർസിക്ക. അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് ചോദിച്ചാൽ എൻഡേഞ്ചേർഡ് ആണ് നോക്കുക. ഓക്കെ, സോ ആഫ്രിക്കൻ ലയൻ്റെ കാര്യത്തിലാണെങ്കിൽ വൾനറബിളും ഏഷ്യാറ്റിക് ലയൻ്റെ കാര്യത്തിലാണെങ്കിൽ എൻഡേഞ്ചേർഡും ആണെന്ന് നോക്കുക. അടുത്താണ് ഓഗസ്റ്റ് 11 എന്താണെന്ന് ചോദിച്ചാൽ വേൾഡ് സ്റ്റീൽ പാൻ ഡേ ആണെന്ന് നോക്കുക. അടുത്താണ് ഓഗസ്റ്റ് 12 യൂത്ത് ഡേ എന്ന് നോക്കുക. ഇൻ്റർനാഷണൽ യൂത്ത് ഡേ ആണ്. ഇനി അതിൻ്റെ തീം എന്താണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ക്ലിക്ക് ടു ഫ്യൂച്ചർ. ഓക്കെ, സോറി, ഫ്രം ക്ലിക്സ് ടു പ്രോഗ്രസ്. ആണെന്ന് നോക്കുക. അടുത്താണ് നമ്മൾ ഒരു വേൾഡ് എലിഫൻ്റ് ഡേ ആണ്. അതിൻ്റെ തീം എന്താണെന്ന് ചോദിച്ചാൽ പേഴ്സണിഫൈങ് പ്രീ ഹിസ്റ്റോറിക് ബ്യൂട്ടി, തിയോളജിക്കൽ റിലവൻസ് ആൻഡ് എൻവയോൺമെൻറ്റൽ ഇമ്പോർട്ടൻസ്. ഇതാണ് ഇതിൻ്റെ തീം എന്ന് നോക്കുക. ഇനി ആദ്യത്തെ എലിഫൻറ്റ് റിസർവ് ഇന്ത്യയിലത്തെ ഏതാണെന്ന് ചോദിച്ചാൽ സിംഗ്ബം എലിഫൻറ്റ് റിസർവ് എന്ന് നോക്കുക. പിന്നെ ടെറായ് എലിഫൻറ്റ് റിസർവ് എവിടെയെന്ന് ചോദിച്ചാൽ UP-യിലാണെന്ന് നോക്കുക. പിന്നെ ഒഡീഷ ആൻഡ് തമിഴ്നാട്, അവിടെയാണ് ഏറ്റവും കൂടുതൽ എലിഫൻറ്റ് റിസർവ്സ് ഉള്ളത്, ഏതാണ്ട് 5ഓളം ഉണ്ട് എന്ന് നോക്കുക. പിന്നെ എത്ര സ്റ്റേറ്റിലാണ് ഈ എലിഫൻറ്റ് റിസർവ്സ് ഉള്ളതെന്ന് ചോദിച്ചാൽ 14 സ്റ്റേറ്റിലാണെന്ന് നോക്കുക. അടുത്താണ് ഓഗസ്റ്റ് 19 എന്താണെന്ന് ചോദിച്ചാൽ വേൾഡ് ഹ്യൂമാനിറ്റേറിയൻ ഡേ ആണെന്ന് നോക്കുക. ഓഗസ്റ്റ് 19 വേൾഡ് ഹ്യൂമാനിറ്റേറിയൻ ഡേ. അടുത്താണ് ഓഗസ്റ്റ് 21 ഇന്റർനാഷണൽ ഡേ ഓഫ് റിമംബറൻസ് ആൻഡ് ട്രിബ്യൂട്ട് ടു ദ വിക്ടിംസ് ഓഫ് ടെററിസം. അതായത് ടെററിസത്തിൻ്റെ ഭാഗമായിട്ട്, തീവ്രവാദത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ വിക്ടിംസ് ഇല്ല, അതിന് ഓർമ്മയ്ക്കും സ്മരണയ്ക്കും വേണ്ടിയിട്ടുള്ള ദിവസമാണ് ഓഗസ്റ്റ് 21. അടുത്താണ് ഓഗസ്റ്റ് 22 ഇതേപോലെ തന്നെ ഇന്റർനാഷണൽ ഡേ കോമമറേറ്റിംഗ് ദ വിക്ടിംസ് ഓഫ് ആക്ട്സ് ഓഫ് വയലൻസ് ബേസ്ഡ് ഓൺ റിലീജിയൻ ആൻഡ് ബിലീഫ്. റിലീജിയൻസ് അല്ലെങ്കിൽ അതിൻ്റെ വയലൻസിന് ഭാഗമായിട്ട് വന്ന വിക്ടിംസ് ഉണ്ടല്ലോ, അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ആചരിക്കുന്നത് നോക്കുക. ഓഗസ്റ്റ് 22 ആണെന്ന് ഇത് ഓർക്കുക. ഇത് ആചരിക്കാൻ വേണ്ടിയിട്ട് അതായത് UN ജനറൽ അസംബ്ലി ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് ആ റെസൊല്യൂഷൻ്റെ നമ്പറാണ് ഈ കാണുന്നത് A/RES/73/296. ഇനി അഥവാ ഇതായിട്ടും ചോദിച്ചാൽ ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഈ നമ്പർ ഇവിടെ തന്നിരിക്കുന്നത്. അടുത്താണ് ഓഗസ്റ്റ് 23 ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഓഗസ്റ്റ് 23 എന്താണെന്ന് ചോദിച്ചാൽ നാഷണൽ സ്പേസ് ഡേ ആണെന്ന് നോക്കുക, അല്ലെങ്കിൽ ISRO ഡേ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓഗസ്റ്റ് 23 2023 നമ്മുടെ ചന്ദ്രയാൻ 3 നമ്മുടെ ചന്ദ്രനിൽ പോയിട്ട് ഇറങ്ങിയത്. സോ അതിൻ്റെ ഭാഗമായിട്ട് നാഷണൽ സ്പേസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. സോ അതിൻ്റെ തീം എന്താണെന്ന് ചോദിച്ചാൽ ടച്ചിങ് ലൈഫ്സ് വൈൽ ടച്ചിങ് ദ മൂൺ എന്നാണ് നോക്കുക. അടുത്താണ് ഓഗസ്റ്റ് 26 എന്താണെന്ന് ചോദിച്ചാൽ
ജന്മാഷ്ടമി ദിവസമായിട്ട് ആചരിക്കേണ്ടത്. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്, അതുകൊണ്ടാണ് നമ്മളിത് എഴുതിയത്. ജന്മാഷ്ടമി ദിവസം എന്താണെന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് 26. അതേപോലെ തന്നെ മദർ തെരേസയുടെ 114ാമത്തെ ജന്മവാർഷികമായിരുന്നു നോക്കാം. ഇനി ഓഗസ്റ്റ് 26 ഈ മദർ തെരേസ എന്നാണ് മരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1997 സെപ്റ്റംബർ 5 നോക്കുക. സെപ്റ്റംബർ 5 നമുക്ക് എല്ലാവർക്കും അറിയാം എന്തായിരുന്നു പ്രധാനപ്പെട്ട ദിവസത്തിൻ്റെ പ്രത്യേകത. അതും കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അറിയുന്നുണ്ടെങ്കിൽ. സെപ്റ്റംബർ 5 1997. അടുത്താണ് ഓഗസ്റ്റ് 29. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ദിവസം എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് നാഷണൽ സ്പോർട്സ് ഡേ അല്ലേ. ആരുടെ ഇതിലാണ് നമ്മൾ ആചരിക്കുന്നത്? നാഷണൽ സ്പോർട്സ് ഡേ ധ്യാൻചന്ദ് അല്ലേ. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഡേ അഗെയിൻസ്റ്റ് ന്യൂക്ലിയർ ടെസ്റ്റിന് എതിരായിട്ടുള്ള ഒരു ദിവസമായിട്ടും കൂടിയാണ് ഓഗസ്റ്റ് 29 ആചരിക്കുന്നത് നോക്കുക. സോ സ്പോർട്സും ന്യൂക്ലിയർ ടെസ്റ്റും എന്താണെന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് 29 ആണെന്ന് നോക്കുക. അടുത്താണ് ഓഗസ്റ്റ് 31 എന്താണെന്ന് ചോദിച്ചാൽ ഇൻ്റർനാഷണൽ ഡേ ഫോർ ദ പീപ്പിൾ ഓഫ് ആഫ്രിക്കൻ ഡിസെൻസ്. ഓക്കെ, ആഫ്രിക്കൻ ഡിസെൻസിന് വേണ്ടിയിട്ടുള്ള ദിവസമായിട്ടാണ് ഈ ഓഗസ്റ്റ് 31 ആചരിക്കുന്നതും കൂടി നോക്കുക. ഇനി അടുത്താണ് ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ആചരിക്കുന്ന കുറച്ച് രാജ്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് നമുക്കറിയാം നമ്മുടെ ഇന്ത്യ, അതുകൂടാതെ നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും ഉണ്ട്, പിന്നെ ബഹ്റൈൻ ഉണ്ട്, ലെച്ചൻസ്റ്റൈൻ എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട്, പിന്നെ കോങ്കോട്ട്. ഓക്കെ, സോ ഒന്ന് കൊറിയ, ഇന്ത്യ, ബഹ്റൈൻ, ലെച്ചൻസ്റ്റൈൻ, കോങ്കോ. ഓക്കെ, ഇത്രയും രാജ്യങ്ങളുണ്ട് നോക്കുക. ഇന്ത്യ, അതുപോലെ തന്നെ ബഹ്റൈൻ, ലെച്ചൻസ്റ്റൈൻ, പിന്നെ കോങ്കോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ദിവസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. ഇത്രയും ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇതിന് കൂടുതൽ ഒരു ഓഗസ്റ്റ് മാസത്തേക്ക് വരാറുണ്ട്. എന്നാലും നമുക്ക് പ്രധാനപ്പെട്ടതായിട്ട് മാത്രം ഓർത്തിരുന്നാൽ മതി. കാരണം 365 ദിവസത്തിൻ്റെയും ഇമ്പോർട്ടൻ്റ് ഡേയ്സും അതുപോലെ തന്നെ തീമൊക്കെ ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ആ കൂടി നമുക്ക് ഇതൊന്ന് ചോദിക്കാൻ പോകുന്നത് 1 or 2 മാർക്കിനാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് സകലതും പഠിക്കണ്ട, ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാത്രം പഠിക്കുക. ഇപ്പോൾ ഈ തന്നത് മാത്രം നമ്മൾ പഠിക്കുക. സോ ഓഗസ്റ്റ് നിങ്ങൾക്ക് സെറ്റാവും. കൂടുതൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി.